പശ്ചിമബംഗാളിലെ ആശുപത്രിയിൽ അതിക്രൂരമാം വിധമുള്ള ബലാത്സംഗത്തിന് വിധേയായി കൊല്ലപ്പെട്ട യുവതിയുടെ മരണം വലിയ പ്രക്ഷോഭങ്ങൾക്ക് നാന്ദിയായിരിക്കുന്നു രാജ്യത്താകമാനം. കൊലക്കേസിലെ പ്രതിയെ വളരെ വേഗത്തിൽ പോലീസ് പിടികൂടിയെങ്കിലും ഇപ്പോഴും രണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ ചോദ്യങ്ങളായി ബാക്കി കിടക്കുന്നു. ഒന്ന്, ഒരാൾ ഒറ്റയ്ക്ക് നിർവഹിച്ച കൊടും ക്രൂരകൃത്യമാണോ ഇത്? രണ്ടാമത്തേത്, ഇത്തരമൊരു ഗുരുതരമായ സംഭവത്തിന്റെ ഉത്തരവാദിത്തം, ഭരണപരമായ ഉത്തരവാദിത്തം, രാഷ്ട്രീയമായ ഉത്തരവാദിത്തം അവിടുത്തെ ഭരണകൂടത്തിനും ഭരണ പാർട്ടിക്കും ഇല്ലേ എന്നതാണ്. കൊൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ഏതൊരു ക്രിമിനലിനും എപ്പോൾ വേണമെങ്കിലും കയറി വന്ന് ആരെയും മൃഗീയമായി പീഡിപ്പിച്ചു കൊല്ലാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? മരണത്തിന് ശേഷവും ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ആശുപത്രി അധികൃതരും പോലീസും ഒരുപോലെ ശ്രമിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കി. കൊൽക്കത്തയിൽ നീറി മരിച്ച ആ യുവതിയുടെ മരണം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന കനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ ഹാരിസ് പാലത്തിങ്കൽ, തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രതിനിധി, ബി ജി വിഷ്ണു BJP-യിൽ നിന്ന്, ഡോക്ടർ കെ ശശിധരൻ IMA-യുടെ പ്രതിനിധി, ശ്രീ N ഗോപി മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ N ഗോപി, കൊൽക്കത്തയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഈ കേസിൽ പ്രതിയെ പിടിച്ചുവെന്നും അന്വേഷണം ശരിയാവണ്ണം മുന്നോട്ട് പോകുന്നു എന്നും സർക്കാരും സംവിധാനങ്ങളും അവകാശപ്പെടുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോഴും പൂർണ്ണത വരാത്തത്, ഉത്തരം കിട്ടാത്തത്, സംശയം മാറാത്തത്? എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. വളരെ രൂക്ഷമായ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുമായിട്ട് അരങ്ങേറുന്നത്. ഒരു പ്രശ്നത്തിനും ഇതുവരെ പരിഹാരമായിട്ടില്ല. അത് അടിക്കടി പ്രശ്നം വഷളായിക്കൊണ്ടുവരുന്നു, അല്ലാതെ ഒരു പ്രശ്നവും ആരെയും കുറച്ചുപേരെ അല്ലെ പ്രധാന ഒരു പ്രതി എന്ന് പറയുന്ന ആളെ സഞ്ജയ് റോയിയെ അറസ്റ്റ് ചെയ്ത് ഒഴിച്ചാൽ കാര്യമായ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ അയാൾ മാത്രമല്ല പ്രതി എന്നുള്ളത് ഇപ്പൊ കൂടുതൽ ഓരോ ദിവസം കഴിയുന്നവരും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതിനകത്ത് പലരും ഇൻവോൾവ് ആണ്. അപ്പൊ അവരിലേക്കൊക്കെ എത്തണം. പക്ഷെ CBI ഏറ്റെടുത്തതിന് ശേഷം വളരെയധികം അന്വേഷണം വളരെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ല. പ്രിൻസിപ്പളെ ഇന്നും 2 ദിവസം CBI ഓഫീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അതുപോലെ ബന്ധപ്പെട്ട നിരവധി ആളുകളെ ചോദ്യം ചെയ്തു. അതിന് ശേഷം അവിടെ നടന്ന 2 ദിവസം മുമ്പ് നടന്ന വ്യാപകമായ ആക്രമണം, ഹോസ്പിറ്റലിൽ തല്ലിപ്പിടിക്കുകയൊക്കെ ചെയ്ത അക്രമത്തിൽ പങ്കാളികളായ 35ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തു. മറ്റുള്ളവരെയൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പലരും അവിടുന്ന് ഒളിവിൽ പോയി കഴിഞ്ഞു. അവിടെ സ്ഥലത്തില്ല, അവരുടെ വീടുകളിലോ നാടുകളിലോ ഇല്ല. അവരൊക്കെ പലതും സ്ഥലം വിട്ടുപോയി. അവരെക്കുള്ള അന്വേഷണം നടക്കുക. പക്ഷെ ഇതോടൊപ്പം തന്നെ ജനകീയ രോഷം ഗവൺമെന്റിനെതിരായിട്ടും ഈ പ്രശ്നം ഇതിനെതിരായിട്ടുമുള്ള അത് അടിക്കടി ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇതിന് മുമ്പൊന്നും ബംഗാളിലെ അടുത്ത കാലത്തൊന്നും കാണാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു ജനകീയ പ്രക്ഷോഭണം, ജനകീയ വികാരം ഇതിനെതിരായിട്ട്, ഗവൺമെന്റിനെതിരായിട്ട് വലിയ തോതിൽ വളർന്നു വരുന്നു. ഇന്നും കൽക്കത്തയുടെ പല സ്ട്രീറ്റുകളിലും ബംഗാളിന്റെ പല ഭാഗങ്ങളിലും ഇതിനെതിരായിട്ട് വലിയ നിരവധി പ്രകടനങ്ങളും പ്രക്ഷോഭണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ രാഷ്ട്രീയത്തിന് അതീതമായി സാമൂഹിക സാംസ്കാരിക മേഖല ജനങ്ങൾ ഒന്നാകും. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കളർ കൊടുത്തുകൊണ്ടല്ല. രാഷ്ട്രീയ പട്ടികൾ തീർച്ചയായിട്ടും ഇതിനകത്ത് പങ്കാളികളാകുന്നുണ്ട്. എങ്കിലും അതിനൊക്കെ അതീതമായിട്ട് രാഷ്ട്രീയ കളറൊന്നും കൊടുക്കാതെ തന്നെ ജനങ്ങൾ സ്വമേധയാ, പ്രത്യേകിച്ച് സ്ത്രീകൾ വൻതോതിൽ ഈ പ്രക്ഷോഭണത്തിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഗോപി, ഞാൻ ചോദിക്കുന്നത്, ഈ അവിടുത്തെ പ്രശ്നം നമുക്കറിയാവുന്ന സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അതൊരു വൈകാരിക പ്രക്ഷോഭമായി മാറുന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ കാര്യത്തിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, ഞങ്ങളെ ഇരകളുടെ കൂടെ ഉണ്ട് എന്ന് പറയാൻ, ഞങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനൊപ്പം ഉണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിൽ അവിടുത്തെ മമത അഡ്മിനിസ്ട്രേഷൻ പരാജയപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു പ്രധാന കാതലായ വിഷയം. ഇതിന് ആദ്യം മുതൽ തന്നെ ഇത് കൈകാര്യം ചെയ്ത രീതിയിൽ പലപ്പോഴും മുഖ്യമന്ത്രി തന്നെ പല കാര്യങ്ങളും ഉദ്യോഗസ്ഥന് നൽകുന്ന, തീർച്ചയായിട്ടും അങ്ങനെ ആവുമല്ലോ, ഉദ്യോഗസ്ഥർ നൽകുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അത് തിരുത്തി പറയേണ്ട വന്നു. ഇന്ന് തന്നെ തൃണമൂലിലെ തന്നെ പല പ്രമുഖ നേതാക്കളും മുഖ്യമന്ത്രിയെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു മന്ത്രി പറഞ്ഞു, നേരത്തെ ഒരു MP പറഞ്ഞു, അങ്ങനെ പലരും, അതിൽ തന്നെ പലരും നേതാക്കൾ പറഞ്ഞു മമത ഉദ്യോഗസ്ഥരെയും അവരെയൊക്കെ കിടക്കുന്ന വിവരങ്ങൾ ശരിയായ വിവരങ്ങളല്ല, തെറ്റിദ്ധരിക്കപ്പെടുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇത് കൈകാര്യം ചെയ്ത രീതി ആദ്യം മുതലേ പോലീസായാലും
ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും കൈകാര്യം ചെയ്ത രീതി അങ്ങേയറ്റം വളരെ മോശമായ രീതിയിലായിരുന്നു. ഈ സംഭവം മറച്ചു വെക്കാൻ എങ്ങനെയും ഉടൻ തേച്ചു മായ്ച്ചു കളയാനുള്ള ഒരു ശ്രമമാണ് ആദ്യം ഉണ്ടായത്. പക്ഷെ അത് ഉണ്ടായില്ല. ഓരോ ദിവസം കഴിക്കുന്നതിലും കൂടുതൽ അതിൻ്റെ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. ഗവൺമെന്റ് പറയുന്നതിലോ മുഖ്യമന്ത്രി പറയുന്നതിലോ പോലീസ് പറയുന്നതിലോ ഒന്നും ജനങ്ങൾ ഒട്ടും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഗോപി, ഒരു കാര്യം കൂടി, ഇപ്പൊ ഇതിനകത്ത് ഇപ്പോഴും ഫില്ല് ചെയ്യപ്പെടാത്ത ഏരിയാസ് ഏതൊക്കെയാണ്? ആളുകൾ ഇപ്പൊ അവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ ക്രൈമിൽ പങ്കാളിയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഒപ്പം ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഹോസ്പിറ്റൽ സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങൾ കുറച്ച് അപ്പുറത്താണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആളുകൾക്ക് അവിശ്വാസമുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് തുടക്കം മുതലേ ഗവൺമെന്റ് എടുത്ത ഓരോ പോയിന്റും ഓരോ നിലപാടിലും ജനങ്ങൾക്ക് ഒട്ടും വിശ്വസനീയമായിരുന്നില്ല. ജനങ്ങളിൽ വളരെ സംശയം ഉളവാക്കുന്ന രീതിയിലായിരുന്നു. ഒന്നാമത്, ഈ കുട്ടിയെ കൊല്ലപ്പെടുന്ന ദിവസം അവരുടെ വീട്ടിലേക്ക് ആദ്യം വിളിച്ചു പറഞ്ഞത് കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ആദ്യം സുഖമില്ല എന്നറിയിച്ചു, പിന്നെ ആത്മഹത്യ ചെയ്തു എന്നറിയിക്കുന്നു, പിന്നെയും കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത്. പേരൻസിനെ, ആ കുട്ടിയുടെ രക്ഷിതാക്കളെ, അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് ഹോസ്പിറ്റലില് ഏതാണ്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരുടെ മൃതദേഹം കാണിച്ചത്. അതുവരെ അവരെ താഴത്ത് വന്ന് പലയിടത്തായിട്ട് മാറി ഇരുന്നു. ഒരിക്കലും അതിനൊരു FIR ഇടാൻ, അതിനാർക്കെതിരായിട്ടും ഒരു FIR എഴുതാനായിട്ട് അധികൃതർ തയ്യാറായില്ല. ഇങ്ങനെയുള്ള പല സംശയകരമായ ഒരു കേസ്, ഇങ്ങനെയുള്ള ഒരു വിവാദമായ ഒരു കേസ് നടക്കുമ്പോൾ, വളരെ ഗുരുതരമായ ഒരു പ്രശ്നം നടക്കുമ്പോൾ പോലീസ് എടുക്കേണ്ട പ്രാഥമികമായ കാര്യങ്ങളൊന്നും തന്നെ ആദ്യം ചെയ്തില്ല. എങ്ങനെയെങ്കിലും ഈ കേസ് ഒതുക്കി തീർക്കാനും വഴിതിരിച്ചു വിടാനുമുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇത് ജനങ്ങളിൽ വലിയ അവമതിപ്പും അമർഷവും അവിശ്വാസവും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ശ്രീ ഹാരിസ്, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രതിനിധി കൂടിയാണ്. ശ്രീ ഹാരിസ്, ഈ സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിന്, മമതാ ബാനർജിയുടെ ഭരണത്തിന് ആത്യന്തികമായ ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്തത്തെ ചോദ്യം ചെയ്തുകൊണ്ടല്ലേ ജനങ്ങൾ തെരുവിലുള്ളത്? ഈ സംഭവം ഇപ്പോ ആർക്കേക്കർ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഈ ഒരു മാഡർ, റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന മാഡർ രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഒരു മാഡറല്ല. രണ്ടാമത്തെ കാര്യം, ഇത് CBI അന്വേഷണത്തിലാണ് ഇപ്പോ ഈ കേസ് നിലവിലുള്ളത്. ഇത് ഒരു രാജ്യത്ത്, ഇന്ത്യ രാജ്യം ഇതുവരെ കണ്ടതില് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ രാജ്യത്ത് കാശ്മീരില് ആസിഫ എന്ന ഒരു പെൺകുട്ടി 7 ദിവസം അറിയാവുന്ന കാര്യമാണ് ഹാരിസ്. ഉന്നാവിലെ സംഭവം ഉണ്ടായപ്പോഴും ഹാത്രത്തിൽ ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഈ കേസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. മറ്റേത് വേറെ കാര്യമാണ്, രാഷ്ട്രീയം പറയുമ്പോൾ അത് പറയാലോ. ഇവിടുത്തെ കാര്യം എന്താണ് ഹാരിസ്? ഇവിടുത്തെ കാര്യം, ഈ കേസിനകത്ത് മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മൃതദേഹം സെമിനാർ ഹാളിനകത്ത് കണ്ടു കഴിയുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർമാരുള്ള ഒരു സ്ഥലത്ത് ആ സ്ഥാപനം അത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു, പോലീസ് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ ഉത്തരവാദിത്വം പിന്നെ സർക്കാർ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലാതെ പിന്നെ ആരോട് ചോദിക്കണം ജനം? അതിനാണ് മമതാ ബാനർജി മറുപടി പറയേണ്ടത്. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു BJPയുടെ മമതാ ബാനർജി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മാറ്ററിനെ അവർ BJP കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പറയാറുള്ളത്. BJP പാനലിസ്റ്റിലേക്ക് നമ്മൾ ചർച്ച പോയില്ലല്ലോ. നമ്മൾ ചോദിക്കുന്നത്, നമ്മളൊരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഗുരുതരമാം വിധം ആക്രമിക്കപ്പെട്ട ശരീരമാസകലം മുറിവുള്ള ഒരാളുടെ മൃതദേഹം അർദ്ധനഗ്നയായി സെമിനാർ ഹാളിനകത്ത് കണ്ടാൽ അത് ആത്മഹത്യയാണെന്ന് അവരുടെ വീട്ടിൽ വിളിച്ചു പറയുന്ന സംവിധാനം ഏത് സംവിധാനമാണ്? അതിലെ അധ്യാപകരടക്കമുള്ളവരുടെ മൊഴി ഗുരുതരമാണ്, അല്ല കുഴപ്പം പിടിച്ചതാണ്. പോലീസിന്റെ തുടക്കത്തിലെ സമീപനം കുഴപ്പം പിടിച്ചതാണ്. പോലീസിന്റെ ഭാഗം പോലും അല്ലാത്ത ഒരു കരാർ തൊഴിലാളിക്ക് ഏതു സമയത്തും കയറി വരാൻ കഴിയും വിധം പ്രധാനപ്പെട്ട ആശുപത്രികൾ തുറന്നു മലർന്നു കിടക്കുന്നത് കുഴപ്പമാണ്. ഇതിന്റെ മറുപടി പറഞ്ഞിട്ട് ഈ പ്രൊട്ടസ്റ്റ് BJP ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ അതിനു മുമ്പ് ഈ കാര്യങ്ങൾ പറയാത്ത എന്താണ്? ഈ മാറ്റർ വളരെ അപലപനീയം തന്നെയാണ്. കാരണം രാജ്യത്ത് സ്ത്രീ സുരക്ഷ ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷെ ഈ സംസ്ഥാനത്ത് വെസ്റ്റ് ബംഗാളിൽ ഒഴികെ
മറ്റൊരു സംസ്ഥാനങ്ങളിലും ഒരു കൊലപാതകത്തിന് നേരെയും അത് ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള രൂപത്തില് ഇതുവരെ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇതേ സമയം തന്നെ ഏകദേശം ഈ ടൈമിൽ തന്നെയാണല്ലോ ജാർഖണ്ഡില് ഈ ഒരു ഒരു വിദേശ സഞ്ചാരിയെ ഒരു നേഴ്സായിരുന്നു. ആ നേഴ്സിനെ ഇതേപോലെ ആക്രമിച്ചു, ബലാത്സംഗം ചെയ്തു, കൊലപ്പെടുത്തി. അതേപോലെ അതൊരു ആ ജാർഖണ്ഡ് ഗവൺമെന്റിനെതിരെയുള്ള ഒരു സമരമായിട്ട് മാറിയിട്ടില്ല. അതേപോലെ തന്നെ ഇതുവരെ കേരളത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ഡോക്ടർ വന്ദന ഉൾപ്പെടെയുള്ള ആളുകളെ മരണം ഇതേപോലെ ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ട് മാറിയിട്ടില്ല, പ്രതിഷേധമായിട്ട് മാറിയിട്ടില്ല. BJP ഈ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ കഴിയാത്തതിന്റെ പേരിൽ ഈ ഗവൺമെന്റിനെ പറഞ്ഞല്ലോ ഹാരിസ്, BJPക്ക് ഈ സർക്കാരിനെ രാഷ്ട്രീയമായി നേടാൻ കഴിയുന്നില്ല. ഓക്കെ, ആ പോയിന്റ് നമ്മൾ പറഞ്ഞു, താങ്കൾ പറഞ്ഞു, ഞാൻ കേട്ടു, എല്ലാവരും കേട്ടു. ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയൂ. ഈ കേസ് തുടക്കത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു, ഗുരുതര സ്വഭാവമുള്ള ഒരു കേസ് അട്ടിമറിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു ഭരണകൂട സംവിധാനമാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി കൊണ്ടു നടക്കുന്നത് എന്നല്ലേ കാണേണ്ടത്. ഗുരുതരമാവിധം റേപ്പ് ചെയ്യപ്പെട്ട ഒരു വനിത കൊല്ലപ്പെട്ട് നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ അത് ആത്മഹത്യയാണെന്നവരുടെ വീട്ടിൽ വിളിച്ചു പറയുന്ന ഒരു വലിയ ആശുപത്രി സംവിധാനം, ഒപ്പം എന്താണ് പോലീസ് സംവിധാനം. ഇമാതിരി വൃത്തികെട്ട ഒരു സെറ്റപ്പിനെ അല്ലേ അവിടെ മമതാ ബാനർജി തീറ്റിപ്പോറ്റുന്നത്? അതിന് മറുപടി പറയണ്ടേ? അത് കഴിഞ്ഞ് BJP പറഞ്ഞോ? അല്ല, ഞാൻ BJP പറയുന്നത് ഇതിനുപരി നിങ്ങളിപ്പോ പറഞ്ഞല്ലോ മമതാ ബാനർജി തീറ്റിപ്പോറ്റുന്ന ഒരു ഗുണ്ടാ സംഘമാണെന്നുള്ളത്. ഗുണ്ടാ സംഘം ആരാന്നുള്ളത് ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമതാ ബാനർജി ഒരാഴ്ചക്കുള്ളിൽ ഈ പ്രതികളെ പിടിക്കുമെന്ന് പറഞ്ഞപ്പോ സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ഈ CBI കേസ് അന്വേഷണം ഉത്തരവായിട്ടുള്ളത്. ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി CBI ആണ് ഇപ്പൊ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന CBI ആരുടേതാണ്? കേന്ദ്രം ഭരിക്കുന്ന CBI ആണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഉൾപ്പെടെ ഇന്ന് സമരത്തിലാണ്. ആരാണ് സമരം നടത്തുന്നത്? BJP ആണ്. അതോടുകൂടി ആരാണ് അവരോടൊപ്പം ഉള്ളത്? സംസ്ഥാനത്തെ ഗവർണറാണ്. ഈ BJP ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള CBI ഇപ്പോ കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ പറയുന്ന പോലെ ആണെങ്കിൽ ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോ ഒരാഴ്ച കൊണ്ട് ഇതിനുള്ള പ്രതികളെ പിടിക്കും എന്ന് മമതാ ബാനർജി വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതല്ല പ്രശ്നം. അവിടെ വലിയ സമ്മർദ്ദം ഉണ്ടാവേണ്ടി വന്നു, അവരുടെ കുടുംബത്തിന്റെ അടക്കം സമ്മർദ്ദം ഉണ്ടാവേണ്ടി വന്നു ഈ കേസ് റൈറ്റ് ട്രാക്കിലാവാൻ എന്നത് പ്രശ്നമല്ലേ ഹാരിസ്? അതുമാത്രമല്ല, ഇത്ര ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിനകത്ത് രാത്രി വിശ്രമിക്കാൻ ഈ ഡോക്ടർമാർക്ക്, ഹൗസ് സർജൻസിക്കാർക്ക് അവസരമില്ല, സ്ഥലമില്ല, സംവിധാനമില്ല. ഒരു കരാർ തൊഴിലാളിക്ക് എപ്പോൾ വേണമെങ്കിലും അകത്ത് കയറി വന്ന് ഏത് പ്രധാനപ്പെട്ട സ്ഥലത്തും വന്ന് ആളുകളെ പീഡിപ്പിച്ച് കൊല്ലാൻ കഴിയുന്ന തരത്തിൽ ലൂസാണ് സിസ്റ്റം. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ സിസ്റ്റം മൊത്തം കുഴപ്പമാണ്. അത് വനിതകളുടെ സുരക്ഷയ്ക്കെതിരാണ്. അതിനെതിരല്ലേ സമരം? അതിനോട് മറുപടി പറഞ്ഞ് പോണ്ടേ? അങ്ങനെ ആണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും ഹൗസ് സർജൻസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഇത്രയും സമയം ഹൗസ് സർജൻസി ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ഉള്ള സിറ്റുവേഷൻ. അപ്പോ ഇത് ഈ ഒരു മാറ്ററിനെ, ഈ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാര്യം പറയല്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് താങ്കളൊന്ന് ചുമ്മാ പോയി കയറാൻ നോക്കിയേ. താങ്കളെ കയറ്റി വിടുമെന്ന് പറയണല്ലോ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ കയറും? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് കയറാൻ പറ്റും താങ്കൾക്ക്? ഒരു കാർഡോ ചീട്ടോ ഇല്ലാതെ കയറാൻ പറ്റുന്ന, OP ടിക്കറ്റ് ഉണ്ടെങ്കിൽ കയറാൻ പറ്റുന്ന സ്ഥലമുണ്ട്, പിന്നെ പെർമിഷനുള്ള സ്ഥലമുണ്ട്. ബാക്കി എവിടെയും കയറാൻ പറ്റില്ല. മമതാ ബാനർജിയുടെ തലസ്ഥാന നഗരത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ഏത് ക്രിമിനലിനും ഏത് പാതിരയ്ക്കും കയറി ആരെയും കൊല്ലാം എന്ന നിലയ്ക്ക് തുറന്ന വാതിലുകളുള്ള ലൂസായ സംവിധാനമാണ്. അതിനെതിരായിട്ടാണ് ജനങ്ങൾ സമരരംഗത്തുള്ളത്. അതിന് മറുപടി പറയാതെ BJPയെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു മരണത്തിന്റെ പേരിൽ വേട്ടയാടുമ്പോ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു ടൗൺ എന്ന് പറയുന്നത്, സ്ത്രീ സുരക്ഷയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് കൽക്കട്ട ടൗൺ ആണ്. അത് നിങ്ങൾ മറന്നുപോകരുത്. ഈ കൽക്കട്ട ടൗണിലെ ഒരു കൊലപാതകത്തിന്റെ പേരിൽ ഒരു ഗവൺമെന്റിനെതിരായി അവിടുത്തെ പ്രതിപക്ഷ കക്ഷി അത് അവർ വരാനും കാരണമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അവരുടെ സീറ്റുകള്
18-ൽ നിന്ന് 12-ലേക്ക് ശരി, താങ്കൾ നിരന്തരമായി കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് അപ്പുറത്ത് പോയിട്ട് വരാം. ഡോക്ടർ കെ ശശിധരൻ നമ്മോടൊപ്പം ഉണ്ട്, IMAയുടെ പ്രതിനിധി. ശശിധരൻ, ഇന്ത്യയിൽ എല്ലായിടത്തും ഡോക്ടർമാരുടെ കഥ ഇങ്ങനെയാണ് എന്ന് പറയുന്നവരുണ്ട്, ഏറിയും കുറഞ്ഞും. ഇന്നിപ്പോൾ ഇവിടെ ഒരു വനിതാ ഡോക്ടർക്ക് ഗുരുതരമായ സംഗതി ഇവിടെ നമ്മുടെ ഇവിടെ നമ്മൾ കണ്ടതാണ് ഡോക്ടർ വന്ദനയുടെ കാര്യം. സത്യത്തിൽ ഇന്ത്യയിലെ ഈ മെഡിക്കൽ പ്രാക്ടീഷനിങ് രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഗുരുതരമായ സുരക്ഷാ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ടോ ഇപ്പോ? തീർച്ചയായും ഇന്ത്യയിൽ മൊത്തം, നമ്മൾ കേരളത്തിലിരുന്ന് നോക്കിയാലും മനസ്സിലാവും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം പല ഘട്ടങ്ങളിലായിട്ട് ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അനുബന്ധ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. അതായത് എന്തുകൊണ്ട് ഡോക്ടർമാരും അല്ലെങ്കിൽ ആരോഗ്യങ്ങളും, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിനകത്ത് ഇത്തരത്തിലുള്ളതായാലും ഏത് തരത്തിലുള്ളതായാലും ആക്രമണങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റ് ഒരു കൊലപാതകമോ അല്ലെങ്കിൽ മറ്റൊരു ആക്രമം പോലെയല്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ഒരു സഹോദരിയാണ്. 31 വർഷം ജീവിച്ച് പഠിച്ച് MBBS കഴിഞ്ഞ് PG വിദ്യാർത്ഥിയായിട്ട് കൊൽക്കത്തയിലൊരു മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നൊരു വിദ്യാർത്ഥിനിയാണ്. ഒരു ഭാവിയിലൊരു ഡോക്ടർ, നല്ല ഡോക്ടറെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് ആര് എന്ത് തന്നെ പറഞ്ഞാലും പൊതുസമൂഹത്തിന് അതൊരു നാണക്കേടാണ്, മാനക്കേടാണ്. കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയാണ്. ഇനിയത് തുടർന്നു പോകാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളരെ വേദനയോടുകൂടി ഇങ്ങനെ ഒരു സമരമുറക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നത്. ഞങ്ങൾക്കതിൽ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം സംസാരിക്കാം, നിങ്ങൾക്ക് കക്ഷി വ്യത്യാസങ്ങൾ സംസാരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കിടാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മാത്രം പ്രശ്നമല്ല, ഡോക്ടർമാരുടെ മാത്രം പ്രശ്നമല്ല, ഇത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. കാരണം 24 മണിക്കൂറും 365 ദിവസവും ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ആരോഗ്യ സേവന അല്ലെങ്കിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാർ, അനുബന്ധ ജീവനക്കാർ ഇവരാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യാനുള്ള സംവിധാനം നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടത് ഭരണ സംവിധാനത്തിൻ്റെ, അതിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും അതിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാ അധികാര കേന്ദ്രങ്ങളുടെയും ബാധ്യതയാണ്. അതില്ലാത്തപ്പോഴാണ് ഞങ്ങൾക്കിങ്ങനെ മുറവിളി കൂട്ടേണ്ടി വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായതുപോലെ തന്നെയും അതേപോലെ തന്നെ ഇത് വേറൊരു സാഹചര്യത്തിലുണ്ടായിരിക്കും. ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറെയാണ്, മറ്റെല്ലാ ജീവനും വിലയാണ്, എല്ലാ ആക്രമണങ്ങളെയും ഞങ്ങൾ അപലപിക്കും. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ദേശീയ തലത്തിലൊരു ആരോഗ്യ നയത്തിൻ്റെ ഭാഗമായ ദേശീയ ആശുപത്രി സംരക്ഷണ നിയമം വരുന്നത് എത്ര കൊണ്ടും നല്ലതായിരിക്കും. കാരണം നമുക്ക് അങ്ങനെ വരുമ്പോൾ ഇത്തരം അക്രമങ്ങളെ തടയാൻ പറ്റും. പിന്നെ ഈ അക്രമങ്ങൾ ഇപ്പോൾ ഈ ഒരു സംഭവം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഈ അക്രമം ഉണ്ടാവുന്നത് മാത്രമല്ല, അക്രമത്തിന് എതിരെ പ്രവർത്തിക്കേണ്ട ഘടകങ്ങൾ തന്നെ അതിനെ വളച്ചൊടിക്കാനും അതിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലും പോകുന്നതും, അതുകൂടാതെ രാഷ്ട്രീയം ഇക്കാര്യത്തിൽ പറയരുത്, പരമാവധി ആളുകൾക്ക് സുരക്ഷ ഉണ്ടാക്കാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവണമെന്നാണ്. BJ വിഷ്ണു, രാജ്യത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത്, റേപ്പ് ചെയ്യപ്പെടുന്നത്, മാരകമാംവിധം കൊല്ലപ്പെടുന്നത് ആദ്യത്തെ സംഭവമല്ല. ഈ കേസിനകത്ത് പ്രതിയെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CBI ആണ്, ദേശീയ ഏജൻസിയായ CBI ആണ് അന്വേഷണം നടത്തുന്നത്. എന്നിട്ടും മമതാ ബാനർജിയുടെ സർക്കാർ വീഴണം, മമത രാജിവെക്കണം എന്ന ആവശ്യത്തിന്മേൽ വലിയ പ്രക്ഷോഭം സൃഷ്ടിക്കപ്പെടുകയാണ്. രാജ്യത്ത് ഉന്നാവും ഹാത്രസും പോലെയുള്ള ഗുരുതരമായ നമ്മളെ ഭയപ്പെടുത്തിയ ഭയാനക സംഗതികൾ ഉണ്ടാവാത്ത ജനരോഷം കൊൽക്കത്തയിൽ ഉണ്ടാകുന്നതിന് പിന്നിൽ നിങ്ങൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യുകയാണ് ഇതെല്ലാം. അത് നിങ്ങളുടെ താല്പര്യമാണ് എന്നതാണ് തൃണമൂലിൻ്റെ വാദം. നിഷാദേ, ഈ RG ഖർ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി, ഡോക്ടറായ പെൺകുട്ടി 31കാരി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഇരയായപ്പോൾ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ആ പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായി എന്ന് മാത്രമല്ല, പെൺകുട്ടിക്ക് സുഖമില്ലായിരുന്നെന്നും അവർ ആത്മഹത്യ ചെയ്തുവെന്ന് തെറ്റായ വിവരം വീട്ടുകാരെ അടക്കം ധരിപ്പിക്കുകയും
ഹോസ്പിറ്റലിലെത്തിയ വീട്ടുകാർ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്നു ആ പെൺകുട്ടിയുടെ മൃതദേഹം ഒന്ന് കാണാൻ വേണ്ടി. എത്ര ഭീകരമായ സംഭവമാണ് ബംഗാളിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. അവിടെ ആർക്കാണ് സുരക്ഷയുള്ളത്? ഒരു PG ഡോക്ടർക്ക് തൻ്റെ ആശുപത്രിയിൽ വെച്ച് അതിഭീകരമായ ക്രൂര ബലാത്സംഗത്തിന് ഇരയാവുകയും മരണപ്പെടുകയൊക്കെ ചെയ്തിട്ട് പോലും ഒരു ഭരണകൂടം എത്ര നിസ്സംഗതയോടെ കൈകാര്യം ചെയ്യുകയും അതിലെ പ്രതികളെയെല്ലാം സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് സർക്കാർ എടുത്തു പോന്നിട്ടുള്ളത്. ബംഗാളിലെ ഈ സർക്കാരിന്റെ കീഴിൽ എത്രയോ സ്ത്രീകൾ പല ഘട്ടങ്ങളിലായി ക്രൂര ബലാത്സംഗങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. എന്തെങ്കിലും അവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ഏകാധിപത്യ സർക്കാരാണ് ബംഗാളിലുള്ളത്. ആഭ്യന്തര വകുപ്പ്, നമ്മുടെ ആരോഗ്യ വകുപ്പ്, മുഖ്യമന്ത്രി, ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയാണ് കൈയാളുന്നത്. വകുപ്പുകൾ പോലും കൃത്യമായി വിഭജിച്ച് നൽകാതെ എല്ലാം സ്വന്തം കൈക്കരുത്തിൽ മെരുക്കിക്കൊണ്ട് ഒരു നാടിനെ മുഴുവൻ തങ്ങളുടെ അധികാര കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് തങ്ങളും തങ്ങളുടെ ഗുണ്ടകളും ചെയ്യുന്നതെല്ലാം ബാക്കിയുള്ളവർ അനുഭവിച്ചോളണം എന്നുള്ള ഒരു ഗുണ്ടായിസമാണ് തൃണമൂലിൽ അരങ്ങേറുന്നത്. എന്തിനു പറയുന്നു? ഏതാണ്ട് ഒരു വർഷത്തിനകത്താണ് ബംഗാളിൽ അക്രമം ഉണ്ടായപ്പോൾ അവിടെ സന്ദർശിക്കാനെത്തിയ മലയാളിയായ അന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരന്റെ വാഹനത്തിന് നേരെ വരെ അതിക്രമമുണ്ടായി. ഈ രാജ്യത്ത് എവിടെയെങ്കിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിമാർക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ MLA മാർക്കെതിരെയോ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം ബംഗാളിലാണ്. അതിന്റെ അർത്ഥം ബംഗാളിൽ മന്ത്രിമാർക്ക് പോലും രക്ഷയില്ല എങ്കിൽ പിന്നെ ആർക്കാണ് സുരക്ഷയുള്ളത്? സാധാരണക്കാരുടെ കാര്യങ്ങൾ, സ്ത്രീകളുടെ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ തകിടം മറിയുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്? സ്വാഭാവികമായി ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും. ബംഗാളിനെയല്ല, ഈ രാജ്യത്തെയല്ല, ലോകം മുഴുവൻ നടുങ്ങിയിരിക്കുകയാണ് ഈ ബംഗാളിലെ സംഭവം കണ്ടുകൊണ്ട്. ജനങ്ങൾ പ്രക്ഷോഭത്തിലിറക്കുമ്പോൾ അതിന്റെ ഉത്തരവാദികളെല്ലാം BJP-കാരാണെന്ന് പറയാൻ തൃണമൂലുകാർക്ക് നാണമില്ലേ? നിങ്ങളാണ് ബംഗാൾ ഭരിച്ചത്. എന്നിട്ട് എന്തേ എത്രയോ ദിവസമെടുത്തു ഒരു പ്രതിയെ കണ്ടെത്താൻ? ആ പ്രതിയുടെ കൂട്ടുപ്രതികളെ എന്തേ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാതിരുന്നത്? എന്നിട്ട് അവർ ആത്മഹത്യ ചെയ്തെന്നും പരസ്യമായി ആ കുടുംബത്തെ അടക്കം അപമാനിക്കാനും പബ്ലിക് ഹെൽത്തിന്റെ എക്സ്പെർട്ടിനെ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് വലിയ കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് അവർ ചെയ്തത്. അതിന്റെ അർത്ഥം അതിൽ പങ്കുള്ള വലിയ പോർട്ട്ഫോളിയോയുള്ള ആരൊക്കെയോ പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ അറസ്റ്റിലായപ്പെട്ട സഞ്ജയ് ഒരു പോലീസ് വെൽഫെയർ ബോർഡിലെ സിവിക് ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾക്ക് അവിടെ പ്രവേശിക്കാൻ യാതൊരു അനുമതിയുമില്ല. അയാൾക്ക് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും തൃണമൂലുകാർക്കുമൊക്കെ ബന്ധമുണ്ട്. സർക്കാരിനെ എല്ലാ തരത്തിലും ന്യായീകരിക്കാനാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ ശ്രമിച്ചത്. പ്രിൻസിപ്പാൾ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഈ പ്രിൻസിപ്പാളിനും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും ഇടയിൽ അതീവ ശക്തമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിന് മുകളിലെ ചുരുൾ അഴിയണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിശക്തമായി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഈ കേസ് ഹൈക്കോടതി CBIയെ ഏൽപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എത്ര കടുത്ത വിമർശനമാണ് ബംഗാൾ സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ ഇത്രയും അതിഭീകരമായ ദാരുണമായ സംഭവം ഉണ്ടായിട്ടും ഇതിന്റെ എല്ലാം ഉത്തരവാദി BJP-ആണ്. ചിലപ്പോൾ BJP പ്രതിപക്ഷത്തുള്ള കക്ഷിയാണ്. BJP സംസാരിക്കും, ജനങ്ങൾക്കൊപ്പം അണിനിരക്കും. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? BJP ചിലപ്പോൾ പ്രക്ഷോഭത്തിലിറങ്ങും. പ്രതിപക്ഷം എന്നുള്ളതിൽ ഞങ്ങൾ സംസാരിക്കും. അതിന് നിങ്ങൾ ഇത്രയും ക്ഷോഭിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ ഭരണകക്ഷി ഇരിക്കുന്ന സംസ്ഥാനത്തെ ഒരു തരത്തിൽ പോലുമുള്ള നിയമ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഏകാധിപത്യവും വിഷ്ണു, നിശ്ചയമായിട്ടും പശ്ചിമ ബംഗാളിലെ ഭരണകൂടം ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ അവിടെയുണ്ട്. ഇതിനകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. പക്ഷെ വിഷ്ണു, ഇങ്ങനെ അങ്ങനെയല്ല, അതിക്രൂരമായ റേപ്പ് ഉണ്ടാവുകയും പെൺകുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്യുന്നത് രാജ്യത്ത് ആദ്യമല്ല എന്ന കാര്യം നമുക്കറിയാം. നമ്മൾ ഹാത്രസിലെ സംഭവം കണ്ടിട്ടുണ്ട്. ഹാത്രസിലും സംഭവം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വഴിയിൽ തടഞ്ഞ് തിരിച്ചയച്ച കേസെടുത്ത ഭരണകൂടമാണ് ഉത്തർപ്രദേശിലുള്ളത്. ഭരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. V മുരളീധരനെ തടഞ്ഞ കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ തടഞ്ഞു വെച്ചതൊക്കെ നമ്മൾ ഓർക്കണം. പക്ഷെ രാജ്യത്തൊരിടത്തും, അതായത് ഡൽഹിയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ടല്ലോ, രാഹുൽ ഗാന്ധി ആക്രമിച്ചു. അല്ല, ഞാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ വിസിറ്റിന് അവിടുത്തെ ഭരണകൂടം അംഗീകരിച്ചില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, ശരി, ഞാൻ മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഡൽഹിയിലെ പെൺകുട്ടി കൊല്ലപ്പെട്ടതിന് സമയത്തുണ്ടായ, കോൺഗ്രസ് ഭരണകാലത്തുണ്ടായ വലിയ തോതിലുള്ള ഒരു പ്രൊട്ടസ്റ്റിന് ശേഷം രാജ്യത്തൊരു പെൺകുട്ടി ഇങ്ങനെ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടതിന്റെ പേരിൽ നടക്കുന്ന വലിയ ഇടവേളയ്ക്ക് ശേഷമുള്ള 10 വർഷത്തിന് ശേഷമുള്ള വലിയ സമരമാണ് ഇത്. ഇടവേളകളിൽ ഇത്തരം സമരങ്ങൾക്ക് കാരണമാകാൻ കഴിയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും അവയുണ്ടായില്ല. അവയൊക്കെ BJP അഡ്മിനിസ്ട്രേഷന്റെ കീഴിലായിരുന്നു. അതിനൊരു അസാധാരണത്വം ആരോപിക്കപ്പെടുന്നതിനെ നിങ്ങൾ എങ്ങനെ കാണും വിഷ്ണു? അല്ല,
സ്വാഭാവികമായും ഒരു ക്രൂരമായ ഒരു ഹത്യ ഒരു സംസ്ഥാനത്ത് സകല നിയമ സംവിധാനത്തെയും തകർത്തുകൊണ്ട് ഉണ്ടാകുമ്പോൾ എന്തിന് സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ പോലും ഗുണ്ടകൾ ആക്രമിക്കുകയാണ്. എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്ത് കേട്ടിട്ടുള്ളൂ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതിനെയൊന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷേ അതിനെതിരെ സംസാരിക്കുന്നവരെയും പ്രതികരിക്കുന്നവരെയും പോലെ ആക്രമിക്കുന്ന തൃണമൂൽ ഗുണ്ടകളെയാണ് സംസ്ഥാനത്തുടനീളം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പല കോളേജുകളിലെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയാണെന്നേ. അവരൊന്നും BJP-ക്കാരല്ലെന്നേ. അവിടെയൊക്കെ ഡോക്ടർമാരാണ്. കേരളത്തിലടക്കം സമരം ഉണ്ടായില്ലേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സമരത്തിൽ അവിടെയല്ല BJP-ക്കാരാണോ? ഈ സമരം ഉണ്ടാകുന്നിടത്തെല്ലാം അത് BJP-ക്കാരാണ് എന്ന് പറയുന്നതൊക്കെ ഇത് രാഷ്ട്രീയമായി തിരിച്ചുവിടാനാണ്, അല്ലാതെ സത്യത്തിന്റെ അടുത്തേക്ക് എത്തുവാനും കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കാനുള്ള താല്പര്യമുള്ളത് കണ്ടല്ല. ഇതെല്ലാം BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വഴിമാറ്റിവിടാൻ തന്നെയാണ്. ഇതിനെതിരെയൊക്കെ രോഷമുള്ള രാഹുൽ ഗാന്ധി എവിടെ? അല്ലല്ല, രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കി കഴിയും. വളരെ സ്ട്രോങ് ആയ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വരാമേ, എൻ ഗോപി ഇതിനകത്ത് CBI അന്വേഷിക്കുന്നു, ഒരു പ്രതിയുണ്ട് എന്ന് കരുതുന്ന ആളെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഒരു മെഡിക്കൽ കോളേജിന്റെ മൊത്തം ചുമതലയിലുള്ള അതോറിറ്റീസ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഈ കേസിനകത്ത് വളരെ വിചിത്രമായ രീതിയിൽ തുടക്കത്തിൽ ഇടപെട്ടു എന്ന് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. ഒരു MLC മെമ്പറുടെ മകനുമായി ബന്ധപ്പെട്ട ചില കഥകൾ, ദുരൂഹതകൾ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. സത്യത്തിൽ കേവലമായ ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഒരു ഉദാസീനത കൊണ്ടുണ്ടായ വീഴ്ച എന്നതിനപ്പുറത്തേക്ക് വളരെ ഡെലിബറേറ്റായ മനഃപൂർവ്വമായ ചില ഏർപ്പാടുകൾ ഇതിനകത്ത് നടന്നു എന്ന് പ്രക്ഷോഭകർ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് അല്പം സമയം തരുന്നുണ്ടെങ്കിൽ പറയൂ. തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇതൊരു യാദൃച്ഛ്യമായി ഉണ്ടായൊരു... ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു ശ്രീ ഗോപി, പറയൂ. ഹലോ ശ്രീ ഗോപി, ഞാൻ കേൾക്കുന്നുണ്ട്. താങ്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ പറയുന്നത് പറയൂ. ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ ഇത് താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത് യാദൃച്ഛികമായുള്ളവരുണ്ടായൊരു സംഭവമല്ല. അല്പം സമയം തന്നാൽ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാല് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണ്. അവിടെ ഇതിനു മുമ്പും ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നടന്ന ഈ സംഭവം തന്നെ, അവിടെ ഈ സഞ്ജയ് റോയി എന്ന് പറയുന്ന ആള് തൃണമൂൽ കോൺഗ്രസിന്റെ വളരെ സജീവമായൊരു പ്രവർത്തനം, 4 കേസുകളിൽ പ്രതിയാണ്. അറിഞ്ഞതുകൾ 4 കല്യാണം കഴിച്ചിട്ടുള്ള ആളാണെന്ന്. ഇയാളെ പോലീസിന്റെ വോളണ്ടിയർ ഫോഴ്സിലേക്ക് ഉൾപ്പെടുത്തി. ഇതിപ്പോ അയാളെ മാത്രമല്ല, ബംഗാളില് ധാരാളം വോളണ്ടിയർ ഫോഴ്സിനെ സഹായിക്കുന്നവരുണ്ട്. വോളണ്ടിയറായിട്ട് ധാരാളം ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ അനുയായികളായിട്ടുള്ള ആളുകളെ ഒക്കെ ഇതുപോലുള്ള പലയിടത്തും പല സംഭവങ്ങളും. ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇയാളുടെ നേതൃത്വത്തിൽ, ഇയാളല്ല, അതിന്റെ ഇൻക്ലൂഡിങ് എല്ലാ തലത്തിലുള്ള ഉന്നത അധികാരികൾ ഉൾപ്പെടെ അവിടെ മയക്കുമരുന്ന് കച്ചവടം, മദ്യം, സ്ത്രീകളെ, കുട്ടികളെ വരെ അവിടെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു വന്നിരുന്നു. ഈ മരിച്ച പെൺകുട്ടി, മരിച്ച ഡോക്ടർ, അവരുടെ നേതൃത്വത്തിൽ പല വിദ്യാർത്ഥികളും ഡോക്ടർമാർക്കും ഇതിനെതിരെ നിരന്തരമായി ശബ്ദം ഉയർത്തിക്കൊണ്ടുവരുമായിരുന്നു. പ്രിൻസിപ്പലിന് ഉൾപ്പെടെ പലതവണ പരാതി നൽകിയിട്ടുണ്ട്, അധികൃതങ്ങൾ ഗവൺമെന്റിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അവർ അതിൽ നിന്ന് പിന്മാറാതെ വീണ്ടും ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആ ശബ്ദം അടിച്ചമർത്താനും അവർക്കെതിരായിട്ടുള്ള ഈ മാഫിയ സംഘത്തിന്, സാമൂഹ്യ വിരുദ്ധർക്കെതിരായി, അതിനുള്ള വിളയാടുന്ന സാമൂഹ്യ വിരുദ്ധരെക്കെതിരായിട്ട് നടപടിയെടുക്കാതെ ഈ പെൺകുട്ടിയെ ഉന്മൂലനം ചെയ്താൽ ഇത് കെട്ടടങ്ങുക, അവരുടെ ശല്യം ഒഴിവാകുമെന്നുള്ളൊരു മുൻകൂർ ധാരണയിൽ വളരെ വിശദമായിട്ട് ആലോചിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. വളരെ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഈ പെൺകുട്ടിക്ക് അന്ന് പ്രത്യേക ഡ്യൂട്ടി കൊടുക്കുകയും രാത്രി ഡ്യൂട്ടി കൊടുക്കുകയും ക്ഷീണിച്ചായി ഹാളിലേക്ക് കൊണ്ടുപോയി അതിന്റെ പിന്നാലെ ഇവർ ചെല്ലുകയും ചെയ്യാണ്. ഒരാളല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൻ്റെ, അതിന് വിശദമായിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പ്രകാരം ആ കുട്ടിയുടെ ശരീരത്തെ ഭാഗത്തു നിന്ന് 150 ml ശുക്ലം കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഒരാളെയല്ല, മിനിമം ഏറ്റവും കുറഞ്ഞത് 3 പേരെങ്കിലും, 3 അല്ല ഇപ്പൊ 4-5 പേരാണ് നാളെ അവസാനം വരുന്ന റിപ്പോർട്ടുകൾ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊരു സംഘടിതമായിട്ട് കൂട്ടബലാത്സംഗമാണ് നടന്നത്. ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു. ഇത് എന്നിട്ട് ഈ കേസ് ഒഴിവാക്കാനും വേണ്ടി പോസ്റ്റ്മോർട്ടം കടന്ന് കിട്ടിയ ബോഡി വളരെ ധൃതി പിടിച്ചിട്ട് സംസ്കരിച്ചു. ഒരു CBI കേസ് എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ബോഡി സംസ്കരിച്ചു.
മാതാപിതാക്കളെ കാണിക്കാൻ വളരെ വൈകി. ഇത്ര ധൃതി പിടിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇതാണ് വളരെയധികം സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ഈ പ്രിൻസിപ്പളുടെ പേരിൽ അഴിമതി ആരോപണത്തിന് പലപ്പോഴും കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ മറ്റുള്ള ഉദ്യോഗസ്ഥരും മറ്റുള്ള മുതിർന്ന ഡോക്ടേഴ്സും മറ്റുള്ളവരൊക്കെ ഇദ്ദേഹത്തിന് എതിരായിട്ട് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും അവിടുന്ന് ട്രാൻസ്ഫർ ആക്കിയതാണ്. അതിന്റെ ഈ സംഭവം ഉണ്ടാക്കി അദ്ദേഹം റിസൈൻ ചെയ്തപ്പോഴേ ഈ പ്രിൻസിപ്പള് സന്ദീപ് ഘോഷ് റിസൈൻ ചെയ്ത ഉടനെ രാജിവെച്ച് 3 മണിക്കൂറിനുള്ളിൽ അത് പിൻവലിപ്പിച്ച് വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് അതിനെ അവരോധിക്കുക ചെയ്തത്. അപ്പൊ അവർക്ക് എന്തിനു വേണ്ടി വേണ്ടപ്പെട്ട ആളായിരുന്നത് മനസ്സിലാക്കാം. ഇത്ര വലിയൊരു കൃതി ഇവിടെ നിന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലൊക്കെ ഇത് ആര് ഭരിച്ചാലും ഇത് ആലോചിക്കാൻ പറ്റുമോ? മറ്റൊരു ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് ആലോചിക്കാൻ പറ്റുമോ? അപ്പൊ അവരെ സംരക്ഷിക്കുകയായിരുന്നു ഗവൺമെന്റ് ചെയ്തത്. ഇയാളവിടെ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ നാഷണൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഡോക്ടേഴ്സും ഒരു കാരണവശാലും ഇയാളെ ഞങ്ങൾ കേരളത്തിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പലിന്റെ റൂം പൂട്ടിയിട്ടത് കൊണ്ട് ചാർജ് എടുക്കാൻ പറ്റിയില്ല. കോടതി ഇടപെട്ടതിന് ശേഷമാണ് അയാൾ ലീവിൽ പോകേണ്ട വന്നത്. കോടതി നിർദ്ദേശിച്ചത് പ്രകാരമാണ് ലീവിൽ പോയത്. അല്ല ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടല്ല. കോടതി വളരെ കർശനമായിട്ട് കൽക്കട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കർശനമായിട്ട് ഇതിനകത്ത് ഇടപെടുകയും കർശന നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് ലീവിൽ പോകേണ്ട വന്നത്. അല്ലെങ്കിൽ ഇന്നും അയാൾ അവിടെ പ്രിൻസിപ്പളായിട്ട് തുടരുമെന്നുള്ളൊരു യാതൊരു സംശയമില്ല. ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുകയും ആരോഗ്യവകുപ്പും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ആ ആശുപത്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയാൻ കഴിയുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്ക് ഇല്ലേ എന്നാണ്. അല്ല, തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധി ഹാരിസ് അല്ല ശ്രീ ഹാരിസ്, നോക്കൂ, എന്തുകൊണ്ടാണ് ഈ സമരക്കാരെ വിശ്വാസത്തിലെടുക്കാൻ, അല്ലെങ്കിൽ ഈ സമരക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ സർക്കാരിനെ ഈ പറയുന്നതിലൊന്നും വിശ്വാസം ഇല്ലാത്തത്? സമരം ചെയ്യുന്നവരെല്ലാവരും BJP-ക്കാരല്ലല്ലോ. ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി അവിടെ സമരം ചെയ്യുന്നുണ്ട്, ആരോഗ്യ പ്രവർത്തകർ ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവരെല്ലാവരും BJP-ക്കാരാണോ? അല്ല. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പറയുന്നത് അത്രയും അങ്ങോട്ട് വിഴുങ്ങാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് മമതാ ബാനർജി അവർക്ക് ഇപ്പൊ വിശ്വാസം ഇല്ലാത്തത്? IMA ഈ സമരരംഗത്തുണ്ടോ? IMA ഈ സമരരംഗത്തുണ്ടെങ്കിൽ ഡോക്ടർ വന്ദന മരിച്ചപ്പോ ഇതേപോലെ ഒരു സമരം അത് ഗവൺമെന്റിനെതിരെയുള്ള ഒരു സമരമായിട്ട് എന്തുകൊണ്ട് കണ്ടില്ല? IMA സമരരംഗത്തുണ്ടെങ്കിൽ വന്ദന മരിച്ചപ്പോഴും ഇതേപോലെയുള്ള സമരം ഗവൺമെന്റിനെതിരായിട്ട് വന്ദനയുടെ ഒരു കേസില് വന്ദനയുടെ സമരത്തിൽ നിങ്ങളുടെ പശ്ചിമ ബംഗാളിലെ കേസിൽ കണ്ട എന്ത് വൃത്തികേടാണ് വന്ദനയുടെ കാര്യത്തിൽ കേരളത്തിലുണ്ടായത്? വന്ദനയുടെ ഒരു ആത്മഹത്യയാണെന്ന് പറയാൻ ഇവിടുത്തെ പോലീസോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ ശ്രമിച്ചോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനലുകൾക്ക് പൂന്ത് വിളയാടാൻ കഴിയുന്ന സാഹചര്യം ഇവിടുത്തെ മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രിയിൽ ഉണ്ടാക്കിയോ? നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിനെ കുറിച്ചാണ് ജനം ചോദ്യം ചോദിക്കുന്നത്. വന്ദനയുടെ കേസിൽ ഈ സിസ്റ്റവും സമൂഹവും ഒന്നാകെ അവരുടെ കൂടെയായിരുന്നു. ഈ കേസിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് മനസ്സിലാക്കി. പിന്നെ ഗുരുതരമാംവിധം പരിക്കേറ്റ് അങ്ങേയറ്റം പരിക്കേറ്റ് അർദ്ധനഗ്നയായി സെമിനാർ ഹാളിനകത്ത് കണ്ട ഒരു 31-കാരിയുടെ കാര്യം വീട്ടിൽ വിളിച്ച് ആത്മഹത്യ ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ, അവർക്കിത് കണ്ടാൽ മനസ്സിലാവണമല്ലോ, ആദ്യം പറയുക, വന്നവരെ അകത്ത് കയറ്റാൻ 6 മണിക്കൂർ സമയമെടുക്കുക. ഇതൊക്കെ ഏത് വെള്ളരിക്ക പട്ടണത്തിൽ നടക്കും? ഹാരിസ്, 7 ദിവസമാണ് കണ്ടെത്തിയത് മരണപ്പെട്ടതില് അത്രാസിലെ പെൺകുട്ടിയെ. ഹത്രാസിലെ കാര്യമല്ല, ഹത്രാസിലെ കാര്യം നമ്മൾ വേറെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് മാരകമാംവിധം റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട് വീട്ടിൽ വിളിച്ച് അവൾ ആത്മഹത്യ ചെയ്തു എന്ന് കള്ളം പറഞ്ഞ സംവിധാനത്തിന് തലപ്പത്തിരിക്കുന്ന മമതാ ബാനർജിയെ കുറിച്ചാണ്. ഇതില് അതിനാണ് പറഞ്ഞു വരുന്നത്, രാജ്യത്ത് നടന്നിട്ടുള്ള ഈ കൊലപാതക ഇതേപോലെയുള്ള മർഡറുകള് അതൊരു ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു സമരമായിട്ട് കണ്ടില്ല. ഇവിടെ സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇഡിയെ കൊണ്ടുവന്നിട്ട് അവരെ തൃണമൂൽ കോൺഗ്രസിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ പലവട്ടം ഉണ്ടായി. അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്തു. മഹുവ മേത്രയെ പാർലമെന്റിൽ അപമാനിച്ചു. അതിനുശേഷം മഹുവ മൊയ്ത്രയെ പാർലമെന്റിൽ അപമാനിച്ചു, അല്ലെങ്കിൽ അനാവശ്യമായ വേട്ട നടത്തി, ഫെഡറൽ സംവിധാനങ്ങൾക്ക് മേലെ കടന്നു കയറി. ആ വിഷയത്തിൽ നമ്മൾ വേറെ പൊസിഷനിൽ ഇവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്. അത് വേറെ തന്നെ കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയില് BJP പറഞ്ഞയച്ച 2 സ്ത്രീകള് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നേതാക്കള് പീഡിപ്പിച്ചു എന്ന് പറയുകയും, എന്നാൽ കുറച്ച് ഒരാഴ്ചകൾക്ക് ശേഷം അവര് BJP ഭീഷണിപ്പെടുത്തി പറഞ്ഞതാണെന്ന് ആ പ്രതികൾ തന്നെ
പരാതിക്കാർ തന്നെ ഇത് സമ്മതിക്കുകയും ചെയ്തത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്ന ഒരു സംഭവം മാത്രമാണ്. ഈ ഒരു അവസരം ഡോക്ടർ കെ ശശിധരൻ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇഷ്യൂയിൽ പല സ്ഥലത്തും പല നിലപാട് സ്വീകരിക്കുന്നു എന്ന വിമർശനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വന്ദനയുടെ കൊലപാതക സമയത്തുണ്ടായിരുന്ന പ്രൊട്ടസ്റ്റുകൾ ലിമിറ്റഡ് ആയിരുന്നു, അവിടെ അത് സർക്കാർ വീണേ മതിയാകൂ എന്ന വാശിയിലേക്ക് പോയിരിക്കുന്നു. അതിനൊക്കെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ നിഷ്കളങ്കമായി സമരത്തിന്റെ ഭാഗമാകുന്ന ആളുകൾ കാണാതിരുന്നുകൂടാ എന്നൊക്കെ പറയുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? സത്യം പറഞ്ഞാൽ വളരെ ഒരു വിഷമമുണ്ട് ഇത് കേൾക്കുമ്പോൾ. വെച്ചാൽ ഞാൻ ഇത്രയും ഗൗരവമായിട്ടുള്ളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിനെ ഇത്തരം ഭയങ്കര ലാഘവത്തോടെ കണ്ട് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ചർച്ച ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ യാതൊരു രാഷ്ട്രീയ ചായവും ഇല്ലാത്ത, യാതൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും അഫിലിയേഷൻ ഇല്ലാത്തൊരു സംഘടനയാണ്. ഞങ്ങൾ എപ്പോഴും പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ സമരം ചെയ്യുന്നത് ഒരു സർക്കാരിനെ അട്ടിമറിക്കാനോ അങ്ങനെ ആ ഒരു വിഡ്ഢിത്തം നമ്മൾ കേട്ട് നിൽക്കേണ്ടി വരുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇത്രയും നേരം സംസാരിച്ച് അദ്ദേഹം പലതും പറഞ്ഞു. പക്ഷേ IMA നേരിട്ട് ആക്രമിക്കുന്ന രീതിയിൽ IMA എന്തുകൊണ്ട് കേരളത്തിൽ സർക്കാർ, ഞങ്ങൾ എപ്പോഴും എവിടെയും ഏത് സർക്കാരായാലും സർക്കാരിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യേണ്ട അവസരത്തിൽ ചോദ്യം ചെയ്യാറുമുണ്ട്. സമരം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അതൊരു സർക്കാരിനെ അട്ടിമറിക്കാനൊന്നുമല്ല, അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് എപ്പോൾ എന്താണെന്ന് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹം ഏറ്റെടുക്കും. ഈ പൊതുസമൂഹം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കക്ഷികളും എല്ലാ വിഭാഗം ആൾക്കാരും ഉൾപ്പെട്ടതാണ്. അവരെല്ലാവരും ഒത്തുചേർന്നാണ് ഞങ്ങൾക്കിതൊരു പരിഹാരം ചെയ്തു തരേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തൽ കൊണ്ട് ഞങ്ങൾക്കൊന്നും നേട്ടമില്ല, പൊതുസമൂഹത്തിനൊന്നും നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ സാധാരണ ഉണ്ടാകുന്നതിലും വ്യത്യസ്തമായിട്ട് ഇവിടെ ഉണ്ടാകുക എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു സഹോദരിയെ നഷ്ടപ്പെട്ടു, അക്രമത്തിൽ അപമാനിക്കപ്പെട്ടു. അതിനെ വളച്ചൊടിക്കാനും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്താനും വന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായ സംഭവങ്ങൾ എതിർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോഴും നമ്മളത് പറയുന്നത് നമ്മളതിന് നേരായ രീതിയിലുള്ള അന്വേഷണം നടന്ന് കൃത്യമായ കുറ്റവാളികളെ കണ്ടെത്തി അവർക്ക് ശക്തമായ ശിക്ഷ അല്ലെങ്കിൽ കനത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഒരു ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പോരാടുന്നത്. അല്ലാണ്ട് ഒരു സർക്കാരിനെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഈ സമരത്തിനില്ല, മറിച്ച് കുറ്റവാളികൾ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം പിടിക്കണമെന്ന സതുദ്ദേശമേ ഉള്ളൂ എന്ന ചർച്ചയിലേക്ക് വീണ്ടും വിഷ്ണു, ഈ പ്രശ്നത്തിൽ താങ്കൾ ഉന്നയിച്ച അതിന്റെ മെറിറ്റോറിയസ് ആയിട്ടുള്ള കുറേ വശങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനകത്ത് മമതാ ബാനർജിയുടെ സർക്കാരിന് കീഴിൽ നടന്നിട്ടുള്ള ചില തുടക്കത്തിലെ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഗോപി ചൂണ്ടിക്കാണിച്ച സംഗതിയുണ്ട്. പക്ഷെ അതിനപ്പുറം നമ്മുടെ സൈക്കുണ്ട്, നമ്മുടെ ഒരു രാഷ്ട്ര മനസ്സ് വളരെ സെലക്റ്റീവായി പെരുമാറുന്നു എന്ന വിമർശനവും കൂടി സാധുവല്ലേ വിഷ്ണു? കാരണം ഇതിനു മുമ്പ് ഇത്രയും പ്രിവിലേജസ് ഇല്ലാത്ത ആളുകൾ കൊല്ലപ്പെട്ട, ദലിതരായ മനുഷ്യർ, ആദിവാസികൾ, റേപ്പ് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ നമുക്കറിയാവുന്നതാണല്ലോ. ഇന്നിപ്പോൾ നാഷണൽ മീഡിയ മുഴുവൻ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് കൊൽക്കത്തയിലെ ഈ ഡോക്ടറുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിലാണ്. ഓരോ കേസിലും വേണ്ടതാണ്, തർക്കമില്ല, രാഷ്ട്ര മനസ്സ് ഉണരണം. പക്ഷേ ഇത് സെലക്റ്റീവാണ് എന്ന വിമർശനത്തിനകത്ത് ചില സംഗതി ഉണ്ടല്ലോ. ഒരിക്കലുമില്ല നിഷാദേ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാ മീഡിയയും ചർച്ച ചെയ്യപ്പെട്ടവരാണ്. അന്നും പ്രതിക്കൂട്ടിൽ വന്ന് നിങ്ങളുടെ വിചാരണകൾക്ക് ഞങ്ങൾ ഇരയായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അപ്പോഴും ഒരു തീരുമാനമെടുത്തിരുന്നു, ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമായാലും അല്ലെങ്കിലും പോലും ഇരകൾക്ക് നീതി കിട്ടണം, ഇതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതിന് ഒരു സർക്കാരിന് കഴിയുന്ന വിധത്തിൽ ഏത് അറ്റം വരെയും സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാന സർക്കാർ, ബംഗാളിലെ സർക്കാർ ഭരിക്കുന്ന കാലയളവ് ഇതിന്റെ തുടർച്ചയാണ്. നിങ്ങൾ പരിശോധിക്കൂ, ബംഗാളിലെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ തുടർച്ച എത്രയോ വർഷങ്ങളായി മമതാ ബാനർജിയുടെ കീഴിൽ സംഭവങ്ങൾ തുടർച്ചയാണ്. സന്ദേശ് ഗാലിയിൽ വിഷയമുണ്ടായി. ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഘട്ടമായി നടത്തിയത് വെസ്റ്റ് ബംഗാളിലാണ്. അവിടെയാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഉണ്ടായതും. അക്രമത്തിന്റെ എല്ലാ വശത്തും ഒരറ്റത്ത് BJP ആണ് ഇരയാവുന്നെങ്കിൽ, ഒരറ്റത്ത് CPM ആണ് ഇരയാവുന്നെങ്കിൽ, ഒരറ്റത്ത് കോൺഗ്രസ് ആണ് ഇരയാവുന്നെങ്കിൽ, മറുവശത്ത് ബംഗാളിലെ അക്രമങ്ങൾക്ക് എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നത്, പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്
തൃണമൂൽ കോൺഗ്രസും അവരുടെ ഗുണ്ടകളുമാണ്. കാരണം ഈ സംസ്ഥാനത്തെ മുഴുവൻ ഗുണ്ടകളും ചേക്കേറിയിരിക്കുന്നത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലാണ്. അവരുടെ എല്ലാം കൈകളിലൂടെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. എത്ര ഏകാധിപതിയെ പോലെയാണ് ബംഗാൾ മുഖ്യമന്ത്രി പെരുമാറുന്നത്. മുഴുവൻ വകുപ്പുകളും തൻ്റെ കൈകളിൽ വെച്ചു. ഇത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ ഇത്തരത്തിൽ എല്ലാ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോയിലും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഇങ്ങനെ കൈവച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തോ സംസ്ഥാനത്തോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏകാധിപത്യത്തിന്റെയും ഗുണ്ടായിസത്തിന്റെയും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ആർക്കും ഒരു വിലയും നൽകാത്ത ഒരു ഭരണകൂടം ബംഗാളിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞത് യാതൊരു സംശയവുമില്ല. അതിനെതിരായ പൊതുജന പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരവാദി BJP-കളാണെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നത് അവരുടെ ഏറ്റവും അടിത്തറ പോലും തകർന്നിരിക്കുന്നു, ജനരോഷത്തിന് മുന്നിൽ അവർ മുങ്ങി താഴുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ അവരുടെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പറയാൻ മറുപടിയില്ല. രാഷ്ട്രീയ പ്രശ്നമായിട്ട് വളരുന്നത്, ഞാൻ ഈ പ്രശ്നത്തെ മാറ്റി നിർത്തിയാൽ, ഈ ഇഷ്യൂവിനെ മാറ്റി നിർത്തിയാൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നത് അവിടുത്തെ തൃണമൂൽ ലീഡർഷിപ്പ് മനസ്സിലാക്കുന്നില്ലേ? അവർക്കതിന് കൗണ്ടർ സ്ട്രാറ്റജീസ് ഒന്നും ഇല്ലേ? ഗോപി കേൾക്കുന്നുണ്ടോ? ഗോപി താങ്കൾ കേൾക്കുന്നുണ്ടോ? ഞാൻ വരാമേ. ശ്രീ ഹാരിസ് ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് നേതാവ്. ശ്രീ ഹാരിസ്, ഇത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ സമരമായി മാറിയിട്ടുണ്ട്. ജനരോഷം ആളിക്കത്തുകയാണ്. പല സംസ്ഥാനങ്ങളിലേക്ക് ഈ സമരം പടർന്നിരിക്കുന്നു. മമതാ ബാനർജിക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന വലിയ ഇമേജിന്റെ പ്രതിച്ഛായയുടെ തകർച്ചയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത്. IMAയുടെ പ്രതിനിധി ഇപ്പൊ പറഞ്ഞല്ലോ, IMAയുടെ പ്രതിനിധി പറഞ്ഞു അവര് രാജ്യത്ത് പ്രൊട്ടക്ഷന്, അതായത് ഇപ്പൊ സ്റ്റാഫ് നഴ്സിനുള്ള പ്രൊട്ടക്ഷൻ, ഡോക്ടേഴ്സിനുള്ള പ്രൊട്ടക്ഷൻ, ആതുര സേവന രംഗത്തുള്ള ആളുകളുടെ പ്രൊട്ടക്ഷൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അങ്ങനത്തെ സംഘടനയാണ്, അല്ലാതെ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനും വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നില്ല. എന്നാല് ഇപ്പോ ജാർഖണ്ഡിൽ നടന്നിട്ടുള്ള ഈ ഒരു സ്റ്റാഫ് നഴ്സ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, അതേപോലെ നമ്മുടെ കേരളത്തില് ഡോക്ടർ വന്ദനയുടെ മരണത്തിന് ഇതേപോലെയുള്ള സംഭവങ്ങൾക്കൊന്നും തന്നെ ഇവര് ഇത്തരം ഒരു നടപടിയുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ രണ്ടാമത്തെ കാര്യം, BJP വളരെ ന്യായീകരണ ഭാഷയിലാണ് പറയുന്നത് ഏകാധിപത്യപരമായിട്ടാണ് തൃണമൂല് വെസ്റ്റ് ബംഗാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തൃണമൂല് വെസ്റ്റ് ബംഗാളിൽ ഏകാധിപത്യമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയില് ഇത്രത്തോളം ഈ വർഷങ്ങളോളം ആരാണ് ഏകാധിപത്യത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. UP-യില് ഹത്രാസില് ഈ ഒരു സംഭവം നടന്നപ്പോ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ട് അയാൾ ഇപ്പൊ പുറത്തിറങ്ങിയത് ഇപ്പോഴാ. അയാളെ കുട്ടികളെ കാണാൻ പറ്റാതെ, റിപ്പോർട്ട് ചെയ്യാൻ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ഏകാധിപത്യമായി പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന ഒരു സംവിധാനമാണ് BJP പറയുന്നത്. BJP-യെ പോലെ ഏകാധിപതികളായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. രാജ്യത്ത് ഇന്നേ വരെ താങ്കളുടെ മറുപടികളെല്ലാം BJP-ക്കുള്ളത് കൂടിയാണ്. BJP കേന്ദ്രീകരിക്കുകയാണ് താങ്കൾ. ഞാൻ പറയാം, ശ്രീ ഗോപി, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി ഡെവലപ്പ് ചെയ്ത് വരികയും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നത് അവിടുത്തെ തൃണമൂൽ ലീഡർഷിപ്പ് മനസ്സിലാക്കുന്നില്ല. അവർക്കതിന് പ്രതിരോധ മാർഗങ്ങളൊന്നും ഇല്ലേ? ഇത് തൃണമൂല് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവരത് കണ്ണടച്ചിട്ടാക്കുകയാണ്. അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇത്ര വലിയൊരു ജനകീയ പ്രക്ഷോഭണം കണ്ടില്ല എന്നുള്ള. ഹലോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ടോ? ഗോപി, ഞാൻ കേൾക്കുന്നുണ്ട്. താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. താങ്കൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഹലോ ഗോപി, ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കേൾക്കാം. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. മറുപടി കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, താങ്കൾ മറുപടി പറഞ്ഞോളൂ. ഞാൻ കേൾക്കുന്നുണ്ട്, നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ശരി, പോട്ടെ, ഞാൻ വരാം. അല്ല, IMAയുടെ പ്രതിനിധിയിലേക്ക് നമുക്കൊന്നും മടങ്ങിപ്പോകും. ശ്രീ K. ശശിധരൻ, ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആത്യന്തികമായ പരിഹാര ഫോർമുലകൾ എന്തെല്ലാമാണ്? ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾ 3 പ്രധാന ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് ഞാൻ പറയാം. ആദ്യം തന്നെ ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും
വിചാരണ വളരെ സ്പീഡിയായിട്ട് അത് പെട്ടെന്ന് തന്നെ നടത്തി അതിന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. രണ്ടാമത്തെ, ദേശീയ തലത്തിൽ ഒരു ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കണം. കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് ഒരു ആശുപത്രി സംരക്ഷണ നിയമം ഇന്ത്യ ഒട്ടുക്കും ബാധകമാകുന്ന രീതിയിൽ ശക്തമായ പഴുതുകൾ അടിച്ചുകൊണ്ടുള്ള ഒരു ആശുപത്രി സംരക്ഷണ നിയമം വേണം. അതിൻ്റെ കൂടെ തന്നെ എല്ലാ ആശുപത്രികളെയും ആരോഗ്യ സംവിധാനങ്ങളെയും ഒരു പ്രത്യേക സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണം. അവിടെ ആർക്കും എപ്പോഴും കടന്നു വരാനും ആർക്കും എന്ത് കുൽസിത പ്രവർത്തനങ്ങൾ നടത്താനുള്ള മേഖലയായിട്ട് വളർത്താൻ പാടില്ല. അതൊന്ന്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ ആവശ്യമാണ് സുരക്ഷിതമായ ക്യാമ്പസുകളും സുരക്ഷിതമായ ആരോഗ്യ സ്ഥാപനങ്ങളും. ഇപ്പോൾ അത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഗൈഡനിൽ വെക്കാവുന്നതാണ്. ഏതൊരു മെഡിക്കൽ കോളേജിന് പെർമിഷൻ അല്ലെങ്കിൽ അനുമതി കിട്ടണമെങ്കിലും സുരക്ഷിതമായ ക്യാമ്പസുകൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതേപോലെ തന്നെ ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും സുരക്ഷിതമായി ജീവിക്കാനും ജോലി ചെയ്യാനുള്ള സംവിധാനമുള്ള ക്യാമ്പസുകൾക്ക് മാത്രം അനുമതി കൊടുക്കാനും അതിനുവേണ്ടി തുടർച്ചയായ പരിശോധനകൾ ഈ കാര്യത്തിൽ നടത്തുവാനുമുള്ള സംവിധാനം ഉണ്ടാവണം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ടി വിയിൽ കാണുന്നുണ്ട്, കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഈ ക്യാമ്പസുകളുടെ സുരക്ഷിതത്വത്തിന് അതിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലുള്ള മറ്റ് സംഘടനകൾക്ക് അതിന് നിർദ്ദേശം സമർപ്പിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. സന്തോഷമുണ്ട്. പിന്നെ ഈ മൂന്ന് കാര്യത്തിൽ എവിടെയും എനിക്ക് ഈ രാഷ്ട്രീയ അങ്ങനെയുള്ള പാർട്ടികളുടെ പ്രതികളോട് ഇങ്ങനെ തർക്കിക്കുന്നതിലൊരു വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന പോലെ ഇതിലെവിടെയും ഞങ്ങളൊരു സർക്കാരിനെ എയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കാരിന് എതിരെയോ അങ്ങനെ ഒരു പ്രവർത്തനം ഞങ്ങളില്ല. പിന്നെ ഞങ്ങൾക്കിപ്പം എല്ലായിടത്തും ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്. അവിടെ ഒരു സ്ഥലം നോക്കിയിട്ടോ, കേരളത്തിൽ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ വന്ന ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇതിൽ ഞങ്ങളുടെ ഈ പ്രാഥമിക അന്വേഷണം നടക്കുന്നതിനിടയിലുണ്ടായ ഇടപെടലുകൾ, അതിനുശേഷം നമ്മുടെ തന്നെ ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും കൂട്ടത്തോടെ വന്ന് ആക്രമിച്ചത്, അത് ആരാണ് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല. ആര് ചെയ്താലും അതിനെ ഞങ്ങൾ എതിർക്കും. അതിപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല, ഞങ്ങളോട് ആര് എതിർത്ത് വന്നാലും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് സംഘടനാ അടിസ്ഥാനത്തിൽ എതിർക്കും. അതിനെ നിങ്ങൾ ഏത് രീതിയിൽ കണ്ടാലും ഞങ്ങൾക്ക് കാര്യമില്ല. ആശുപത്രിയിൽ മൃഗീയമായി കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി കിട്ടട്ടെ. ഇനി ഇങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാവാതിരിക്കാൻ ശക്തമായ നടപടികളിലേക്ക് പോകാൻ ഭരണകൂടങ്ങൾക്ക് കഴിയട്ടെ. ഈ കേസിൽ അട്ടിമറിയുടെ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലും അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കുരുക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയണം. അതിനുള്ള ഫോഴ്സായി ഈ പ്രക്ഷോഭം മാറട്ടെ. അതിൽ മറ്റ് കല്ലുകടികളോ മറ്റു ദുരുദ്ദേശങ്ങളോ ഉണ്ടാവാതിരിക്കട്ടെ. താങ്ക് യു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ബി ജി വിഷ്ണു, ഹാരിസ്, എൻ ഗോപി, ശ്രീ കെ ശശിധരൻ, ഒരിക്കൽ കൂടി